അസ്സലാമു അലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5 സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട്, ആരും കണ്ടാൽ മോഹിച്ചു പോകുന്ന ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സൂപ്പർ വീട്. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ വെള്ളം വറ്റാത്ത നല്ലൊരു കിണറുണ്ട്. നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ചെറിയ ആഴത്തിൽ നല്ലൊരു കിണർ. നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട്. കുറച്ച് ഭാഗം മാത്രം ഇതുപോലുള്ള മണ്ണ് റോഡാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വൈറ്റ് പെയിൻ്റ് അടിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കോൺക്രീറ്റ് റോഡാണ്. ടാറിട്ട റോഡിൽ നിന്നും ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഈ വീട്ടിലേക്കുള്ളൂ. ചുറ്റും അയൽവാസികളുണ്ട്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു മെയിൻ വലിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. തൊട്ട് ചാരി ഒരു ചെറിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. മുറ്റം ഫ്രണ്ട് ഭാഗം ഇതുപോലുള്ള ഇന്റർലോക്കൊക്കെ പതിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു തെങ്ങുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടി പുതിയ വീടല്ല കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കാഴ്ചയിൽ ഇങ്ങനെ പുതിയ വീടായിട്ട് തോന്നുന്നെങ്കിൽ കൂടി ഇത് പുതിയ വീടല്ല, ചെറിയൊരു പഴക്കമുണ്ട്. അതായത് ഇതിൽ താമസിച്ച വീടാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് തന്നെയാണിത്. അപ്പോൾ അവർ വാങ്ങിച്ചിട്ട് അവരൊരു കോട്ട് പെയിൻ്റൊക്കെ കൊടുത്ത് മുറ്റം ഇൻ്റർലോക്ക് ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. വലിയ പഴക്കമില്ലാത്ത നല്ല സൗകര്യമുള്ള ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല കിണർ വെള്ളമൊക്കെ ഉള്ള ഒരു സൂപ്പർ വീട് തന്നെയാണ്. തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ്. ചെറിയ വില ചോദിക്കുന്നുള്ളൂ. മലപ്പുറം ജില്ലയിലാണ് ഈ പ്രോപ്പർട്ടി. കറക്റ്റ് ലൊക്കേഷനെല്ലാം പറഞ്ഞുതരാം. ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഫുള്ള് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. സിറ്റിംഗ് ഏരിയ ഗ്രാനൈറ്റിലാണ്. ഇവിടെ ഫില്ലറിലൊക്കെ നല്ല സ്റ്റോൺ ലുക്കിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 പറകോള കൊടുത്തിട്ടുണ്ട്. പറകോളിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നല്ല LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഏരിയ ആണിത്. നല്ലൊരു ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ. ചുറ്റും അയൽവാസികളൊക്കെ ഉണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത്. നല്ല സൂപ്പറായിട്ടുള്ളൊരു ഏരിയ. സിറ്റ് ഔട്ട് 2 ബെഡ്റൂം, വലിയൊരു ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ, അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം, പുറത്ത് ടോയ്ലറ്റ് വേറെ കുളിമുറി വേറെ, ഇങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇത്രയും ഫെസിലിറ്റിയാണ് ഉള്ളത്. ഇതാണ് മെയിൻ ഡോറ്. മെയിൻ ഡോറിൻ്റെ പൊളികളൊക്കെ ഫുള്ള് നല്ല വുഡിൻ്റെ കാതൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. റെഡിമെയ്ഡ് ഡോറൊന്നുമല്ല, നല്ല കാതൽ വുഡ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ 4x2 സൈസിലുള്ള ടൈലാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല വൈറ്റിൽ ഗ്രേ ഷെയ്ഡിൽ ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന നല്ല 4x2 സൈസിലുള്ള ഫുൾ ബോഡി സെറാമിക് ടൈല്. ഹാളിൽ തന്നെ നല്ല രീതിയിലുള്ളൊരു ഷോ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാളിൽ തന്നെയാണ് മുകൾ ഭാഗത്തേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ മുകൾ ഭാഗം ഇവിടെ ഒക്കെ ഉണ്ടോ, ആർച്ച് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഒരു കോമൺ ബാത്റൂം. ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ തേപ്പിൽ ഡിസൈനിങ് ഉണ്ട്, ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് സ്ക്വയർ പൈപ്പിലാണ്. ഇനി നേരെ സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം. ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. സാധാരണ നാടൻ ക്ലോസറ്റാണ് ഈ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത്. ഇനി 10x10 സൈസിൽ വരുന്ന 2 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. നല്ല രീതിയിലുള്ള അലമാര, ഒരുപാട് സ്റ്റോറേജ് സ്പേസ്, റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് വാർഡ്രോബ് ഒരു പൊളിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായി. ഇത് മറ്റൊരു ബെഡ്റൂം. ഇങ്ങനെ 2 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. 2 ബെഡ്റൂമും ഒരേ സൈസാണ്, ഒരേ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ വീട്ടിലെ കിച്ചൺ കാണാം. ഇപ്പോൾ നമ്മൾ കിച്ചണിലൊരു സ്റ്റോർ റൂം ഉണ്ട് ഇവിടെ. ഈ സ്റ്റോർ റൂമിൻ്റെ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ആ ബെഡ്റൂമിൽ നിന്ന് വേണമെങ്കിൽ നമുക്കൊരു ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് അങ്ങനെ ചെയ്യാം. കിച്ചണിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള ചെക്ക് ഡിസൈനിലെ ടൈലാണ്, സെറാമിക് ടൈലാണ്, മാറ്റ് ഗ്രിപ്പുള്ള ടൈൽ കേട്ടോ. ഇവിടെയൊക്കെ നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. സ്ലാബൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതവിടെ ചെറിയ രീതിയിൽ സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോർ റൂം ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ബെഡ്റൂമിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒരു ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. കിച്ചണോട് ചാരിയിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ, ഇവിടെ ഒരു പുകയില്ലാത്ത ആലുവ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിമ്മിനി കൂടൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ റാക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് ഇതിൻ്റെ സ്ലാബ്. കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. കിച്ചൺ സിങ്ക് ഉണ്ട്. മുകൾ ഭാഗം റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ ട്രസ് വർക്ക്, മുകൾ ഭാഗം റൂഫ് ചെയ്തിട്ടുള്ളത് ട്രസ് വർക്കിലാണ്. ഇവിടുത്തെ ഗ്രില്ലൊക്കെ വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള ഒരു സൂപ്പർ വർക്ക് ഏരിയ. ഇനി വർക്ക് ഏരിയയുടെ പുറത്ത് ഇവിടെ പോർച്ച് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. പോർച്ച് ടൈലാണ്, ഇൻ്റർലോക്ക് അല്ല. ഇവിടെ
സെപ്പറേറ്റ് ആയിട്ടൊരു കുളിമുറി വരുന്നുണ്ട്, ഒരു ടോയ്ലറ്റ് വേറെയും വരുന്നുണ്ട്. കുളിമുറിയിൽ ഫുള്ള് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. തൊട്ട് ചാരിയിട്ട് ഒരു ടോയ്ലറ്റ് കുളിമുറി. ഇതാണ് ഈ വീട്ടിലെ കിണർ. ചെറിയ ആഴത്തിൽ നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ഒരു സാധാരണ നാടൻ കിണറാണുള്ളത്. കുറച്ച് ഭാഗം സ്ലാബ് ഇട്ടിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ചെറിയ ആഴമുള്ള കേട്ടോ. ഈ വീടിൻ്റെ സൈഡ് ഭാഗമാണിത്. ഇത് എൻട്രൻസിൽ ഈ ഭാഗത്ത് മാത്രമേ ചെറിയൊരു വീതി കുറവുള്ളൂ. ഇവിടെ നിന്നൊക്കെ നല്ല വീതി ഉണ്ട്. പിൻഭാഗത്ത് ഇവിടെ ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഷീറ്റ് വർക്ക് ചെയ്താണ്. 5 സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട 2 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട്, നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു വീട്. ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിത്തിരിച്ചിട്ടുണ്ട്, മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്, വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട്, മുറ്റം മുഴുവനായിട്ട് ഇൻ്റർലോക്കൊക്കെ പതിച്ചിട്ടുള്ള ഒരു അടിപൊളി വീട്. മലപ്പുറം ജില്ലയിലെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. മലപ്പുറം ജില്ലയിലെ എളങ്കൂർ പേലേപ്പുറം റോട്ടിൽ ആലുങ്ങൽ എന്ന് പറയുന്ന സ്ഥലം. അതായത് പേലേപ്പുറം, വണ്ടൂർ, കുട്ടിപ്പാറ, മഞ്ചേരി അതിലൊരു റോഡുണ്ട്. ചാരങ്കാവ് വഴി ഒരു ബസ് റൂട്ട് വരുന്ന റോഡുണ്ട്. അവിടുന്ന് പേലേപ്പുറത്ത് അവിടുന്ന് ഇതിലൊരു എൻട്രൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ചേരി, എളങ്കൂർ, വണ്ടൂർ റൂട്ട് ഇതിലൊരു ബസ് റൂട്ട് വരുന്നുണ്ട്. അപ്പോൾ എളങ്കൂറിൻ്റെയും പേലേപ്പുറത്തിൻ്റെ ഇടയിലായിട്ട് വരുന്ന ഒരു സ്ഥലമാണിത്, ആലുങ്ങൽ എന്ന് പറയുന്ന സ്ഥലം. എളങ്കൂറിന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് വരുന്നത്. അതുപോലെ തന്നെ പേലേപ്പുറത്തും ചെറിയ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഉദ്ദേശിക്കുന്ന വില 22 ലക്ഷം രൂപയാണ്. 22 lakh rupees. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകളുണ്ടാവും, വില നെഗോഷ്യബിളാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.